പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ താമസിക്കുന്ന ഇടം എപ്പോഴും വൃത്തിയായിരിക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ തിരക്കുകൾ കാരണം പലപ്പോഴും അത് നടക്കാറില്ല. ഇന്ന് ഞങ്ങളുടെ ഈ കൊച്ചു ഫ്ലാറ്റിൽ ഒരു വലിയ മേക്ക് ഓവർ നടക്കാൻ പോവുകയാണ്. ക്ലീനിങ് മുതൽ പുതിയ പെയിന്റിംഗ് വരെയാണ് ഇന്നത്തെ പ്ലാൻ. എല്ലാവരും കൂടെ ഒത്തുചേർന്നാൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. രാവിലെ തന്നെ എല്ലാവരും ഉഷാറായി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം പണി തുടങ്ങാൻ. എവിടെ നോക്കിയാലും പൊടിയാണ്, പ്രത്യേകിച്ച് ഫാനിന്റെ മുകളിലും ജനൽ കമ്പികളിലും ഒക്കെ. ഒരുപാട് നാളായി വിചാരിക്കുന്നു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന്. ഇന്ന് എന്തായാലും ഒരു തീരുമാനമുണ്ടാകും. ഇപ്പോഴത്തെ കാഴ്ച കണ്ടോ നിങ്ങള്? ഫാൻ ക്ലീൻ ചെയ്യുക എന്നത് അല്പം കടുപ്പമുള്ള പണിയാണ്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓരോ റൂമും തരം തിരിച്ച് ഓരോരുത്തർ ഓരോ പണിയെടുത്തു. ഒരാൾ ഫാൻ തുടക്കുന്നു, മറ്റൊരാൾ മാറാല മാറ്റുന്നു. ഇങ്ങനെ കൂട്ടുത്തരവാദിത്തോടെ പണിയെടുക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. പൊടിശല്യം ഒഴിവാക്കാൻ മാസ്ക് ഒക്കെ വെച്ചാണ് പണി നടക്കേണ്ടത്. എന്നാലും ഞങ്ങൾ മാസ്ക് മേടിക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യാനാ? ഇത് പറയട്ടോ, അതിന്റെ ഓരോ ഇത് പറ. 15 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പൊക്കെയുള്ള ഈ ഫാനൊക്കെ സേഫ്റ്റി ഉണ്ടെന്ന് പറയാം. കിട്ടിയോ? ഫാൻ പിടിച്ചോ? മൂപ്പരെ തലക്കുന്നത് മാത്രല്ല, മൂപ്പര് ഊണാലും കൈയായിട്ട് ഇങ്ങനെ തലങ്ങിയെത്തും. ഫാൻ ഇറക്കി ഒരു മിനിറ്റ് കേട്ടോ. നനച്ചുള്ളി വ്ളോഗ് ഇടാൻ തന്നെയാണത്. എന്താ ക്ലാരിറ്റിയിലെയാ ഈ ലേറ്റ് കളഞ്ഞത് സത്താറോ. അല്ല ഇത് ഇങ്ങോട്ട് നോക്കാ. എന്താ പരിപാടി? നനച്ചുള്ളി പരിപാടിയാണ് സൗദി അറേബ്യയില്. അല്ലാ, നനച്ചുള്ളി പരിപാടി കണ്ടോളെ കണ്ടോളെ. വേലൊക്കെ റെഡിയാക്കി ബോക്സ് കുട്ടിക്കെട്ട് റെഡിയായി. ഫാനൊക്കെ രണ്ടും തുടക്കലോടൊപ്പം. അതെ 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 അതെ. എവിടെ എവിടെ അയച്ചു തുടച്ചു. പുതിയ പെയിന്റ് അടിക്കാൻ ഇതാണ് നമ്മളെ അഞ്ചുള്ളി, സൗദി അറേബ്യന്റെ അഞ്ചുള്ളി.
ഇതൊക്കെ പെയിന്റ് അടിക്കാൻ പോവാണ് കണ്ടോ? നനച്ചുള്ളി. അസിബ ഇങ്ങോട്ട് നോക്കാം. എന്താ പരിപാടി? എന്താ പരിപാടി? നോക്കത്ത് അയ്യോ ഉണ്ടല്ലേ? സൗദി അറേബ്യയിലെ നനച്ചുള്ളി. അയ്യാ, സൗദി അറേബ്യയിലെ നനച്ചുള്ളി കണ്ടോളി. അതൊക്കെ ശരിയാക്കാനാണ്. അല്ല, ഈ ഫൈൻ കൊടുക്കണ്ടേ? എടുക്കല്ല. ഇനി ഏറ്റവും ആവേശകരമായ ഭാഗമാണ് പെയിന്റിങ് എന്നുള്ളത്. പ്രൊഫഷണൽ പെയിന്റർമാരെ വിളിക്കാതെ തന്നെ ഞങ്ങൾ തന്നെ ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പഴയ നിറം മാറി പുതിയൊരു നിറം ചുവരുകളിൽ പടരുമ്പോൾ ഫ്ലാറ്റിന് തന്നെ ഒരു പുതിയ ജീവൻ കിട്ടുന്നത് പോലെയാണ്. ശരിക്കും ഇത് ഒരു തെറാപ്പി പോലെയാണ് തോന്നുന്നത്. ചുവരുകളിലെ ചെറിയ പാടുകളും അഴുക്കുകളും എല്ലാം മാഞ്ഞു പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമുക്കറിയാമല്ലോ പണിക്കിടയിലെ തമാശകളും ചായകുടി നേരവും ഒക്കെ. ഈ ജോലികൾക്കിടയിലെ തമാശകളും ചായകുടി നേരവുമൊക്കെ ഇത്തരം ഒത്തുചേരലുകളിലൂടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതിന്റെ സുഖം തന്നെ ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും ഒത്തുകൂടുമ്പോൾ പണി ഒരു ഭാരമായി തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം ഞങ്ങളുടെ ഫ്ലാറ്റ് റെഡിയായിട്ടോ. മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒന്ന് താരതമ്യം ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. പെയിന്റിങ് കഴിഞ്ഞതോടെ വീടിന് നല്ല വെളിച്ചം വൃത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മാറ്റം പോലും നമ്മുടെ മനസ്സിന് എത്ര വലിയ സന്തോഷമാണ് നൽകുന്നത്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ സബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ വീടും ഇടക്കൊന്ന് റീഫ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.